ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ADGPയുടെ ട്രാക്ടർ യാത്ര മനഃപൂർവ്വമെന്ന് ഹൈക്കോടതി. യാത്രയ്ക്ക് വേണ്ടിയുള്ള ട്രാക്ടർ അല്ലല്ലോ ഉപയോഗിച്ചത്, ചരക്ക് കൊണ്ടുപോകുന്ന വാഹനമാണ് ഉപയോഗിച്ചതെന്നും ഹൈക്കോടതി. ട്രാക്ടർ യാത്ര ഹൈക്കോടതിയുടെ വിധിക്ക് വിരുദ്ധം, നിർഭാഗ്യകരമെന്നും ഹൈക്കോടതി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ MR അജിത് കുമാറിനെതിരെ ഹൈക്കോടതിയുടെ നിരീക്ഷണം വരുന്നു, ഹൈക്കോടതിയുടെ വിമർശനം വരുന്നു. നിർഭാഗ്യകരമാണ്, ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള ട്രാക്ടർ അല്ലല്ലോ ഉപയോഗിച്ചത്, അത് ഹൈക്കോടതി വിധിക്ക് എതിരല്ലേ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ADGP MR അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്ര മനഃപൂർവ്വമെന്ന ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിരീക്ഷണം എത്തുന്നു, വിമർശനമാണ്. റോഷി, ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉത്തരവ് ലംഘിച്ച ശബരിമല ട്രാക്ടർ യാത്രയെ ഇപ്പോൾ നിശ്ചിതമായ ഭാഷയിലാണ് ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനോടൊപ്പമുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയുന്നു. മനഃപൂർവ്വമാണ് ADGP MR അജിത് കുമാർ ഈ ട്രാക്ടറിൽ കയറി യാത്ര നടത്തിയത്. ട്രാക്ടർ യാത്രക്കാരെ കൊണ്ടുപോകുന്നതല്ലോ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചിത്രങ്ങൾ പരിശോധിച്ചുവെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്, അതായത് MR അജിത് കുമാറിന് തിരിച്ചടിയാവുകയാണ്. ആ അർത്ഥത്തിൽ ഒരു പക്ഷേ വളരെ ഗൗരവമേറിയ വിഷയമായി തന്നെ കോടതി ഈ വിഷയം പരിഗണിക്കുന്നു എന്ന് വേണമല്ലേ മനസ്സിലാക്കാൻ റോഷി? അരുൺകുമാർ, സംശയമില്ല, കോടതി വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഇത് പരിഗണിക്കുന്നത്. കാരണം ADGP MR അജിത് കുമാർ നേരത്തെ പോലീസിന്റെ സ്പെഷ്യൽ ഓഫീസറായി ശബരിമലയിൽ പ്രവർത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം, എന്തൊക്കെ നിയമങ്ങൾ കൃത്യമായി ഉണ്ട് എന്ന കാര്യത്തിൽ നല്ല ധാരണയുണ്ട് ADGP MR അജിത് കുമാർ. അങ്ങനെയുള്ള ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നത് അത് ബോധപൂർവമാണെന്ന വിലയിരുത്തലിലേക്ക്, നിരീക്ഷണത്തിലേക്ക് ഹൈക്കോടതി എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിത്രങ്ങളും ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് ഹൈക്കോടതി ഈ ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നത്. MR അജിത് കുമാർ യാത്ര നടത്തിയത് 12-ന് വൈകിട്ടായിരുന്നു. ശബരിമലയിലേക്ക് പമ്പയിൽ നിന്നും ട്രാക്ടറിൽ യാത്ര തുടങ്ങിയത്. തൊട്ടുപിറ്റേന്ന് 13-ാം തീയതി ഉച്ചയോടെ തിരിച്ച് ശബരിമല സന്നിധാനത്തും പമ്പയിലേക്കും യാത്ര ചെയ്തു. ഇത് വിഷയം വാർത്തയായതോടെയാണ് ഇത് സംബന്ധിച്ച് തൊട്ടു പിന്നാലെ തന്നെ സ്പെഷ്യൽ ഓഫീസർ കമ്മീഷണർ നേരെ റിപ്പോർട്ട് സമർപ്പിച്ചത്. അത് പത്തനംതിട്ട SP-യോട് ഇപ്പോൾ വിശദീകരണം തേടി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി. ഹൈക്കോടതി ദേവസ്വം ബോർഡിനും വിശദീകരണം നൽകണം. സ്വാമി അയ്യപ്പൻ റോഡ് വഴി ആരും നിയമവിരുദ്ധമായി യാത്ര ചെയ്യരുത് എന്ന കാര്യം ഒരിക്കൽ കൂടി ഹൈക്കോടതി ഓർമ്മിപ്പിക്കുന്നു. 2021-ലാണ് ഹൈക്കോടതി ഏറ്റവും പ്രധാനപ്പെട്ട വിധി ഈ ട്രാക്ടർ യാത്രയുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചത്. ഏതൊക്കെ ചരക്കുകൾ ഏതൊക്കെ സമയത്ത് ഈ ശബരിമല സ്വാമി അയ്യപ്പൻ റോഡിലൂടെ സന്നിധാനത്തേക്ക് എത്തിക്കാമെന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. മാത്രവുമല്ല, ട്രാക്ടറിൽ ഡ്രൈവറല്ലാതെ മറ്റൊരാൾ യാത്ര ചെയ്യാൻ പാടില്ല, അത് മോട്ടോർ വാഹന നിയമത്തിൻ്റെ ലംഘനമാണ്. അതിനപ്പുറത്തേക്ക് ശബരിമലയിൽ ഒരു ഘട്ടത്തിൽ പോലും ട്രാക്ടറിൽ ഒരാൾ യാത്ര ചെയ്യാൻ പാടില്ല എന്ന ഹൈക്കോടതി വിധിയുണ്ട്. ആ വിധിയുടെ നഗ്നമായ ലംഘനമാണ് MR അജിത് കുമാർ നടത്തിയതെന്ന ശബരിമല കമ്മീഷന്റെ റിപ്പോർട്ട് അത് ദേവസ്വം ബെഞ്ചിന് മുന്നിൽ കഴിഞ്ഞ ദിവസം എത്തിയതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ദേവസ്വം ബെഞ്ച് സ്വമേധയാ ഈ ഹർജി ഇന്ന് പരിഗണിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പത്തനംതിട്ട SP-യോട് വിശദീകരണം തേടി എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് പത്തനംതിട്ട SP സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഹൈക്കോടതി കൂടി പത്തനംതിട്ട SP-യോട് വിശദീകരണം തേടിയിരിക്കുന്നത്. പല ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, ട്രാക്ടറിൽ നിങ്ങൾക്ക് ഒരു യാത്രികനെ കൊണ്ടുപോകാൻ കഴിയില്ല, അതൊരു യാത്രാവാഹനമല്ല. രണ്ടാമത്തത്, സ്വാമി അയ്യപ്പൻ റോഡ് വഴിയുള്ള ഈ ശബരിമല ദർശനം നിരോധിച്ചിരുന്നതാണ്, നിയമവിരുദ്ധമായിട്ടുള്ള യാത്ര ചെയ്യരുതെന്ന് ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവുള്ളതാണ്. അപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തന്നെ ADGPയുടെ ചുമതലയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ലംഘിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ വിഷയം, അല്ലേ റോഷി? അരുൺകുമാർ, അത് മാത്രമല്ല, ADGP ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, ഇദ്ദേഹം ADGP ലോ ആൻഡ് ഓർഡർ ഉള്ള സമയത്താണ് ശബരിമലയുടെ സ്പെഷ്യൽ പോലീസ് ഓഫീസറായി ചുമതല നിർവഹിച്ചത്. ആ ഘട്ടത്തിലൊക്കെ ഈ നിയമം ബാധകമായിരുന്നു. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ എന്തൊക്കെ ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ കോടതി വിധികളുണ്ട്, എന്തൊക്കെ നിയമങ്ങൾ ശബരിമലയിലുണ്ട്, സ്വാമി അയ്യപ്പൻ റോഡ് വഴി ട്രാക്ടർ പോകുന്നതിലടക്കം നേരത്തെ വലിയ നിയമ തർക്കങ്ങളുണ്ടായതാണ്. അതിന് ആ നിയമ പോരാട്ടത്തിലാണ് ഇങ്ങനെ ഒരു വിധി. ട്രാക്ടർ കൊണ്ടുപോകാൻ പാടില്ലെന്നും അവിടെ ചരക്ക് നീക്കം മാത്രമേ നടത്താൻ പാടുള്ളൂ, അതുതന്നെ സീസൺ സമയത്ത്, ഏറ്റവും തിരക്കുള്ള സമയത്ത് ഏതൊക്കെ സമയത്ത് ചരക്ക് നീക്കം നടത്താം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായി ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ അറിയുന്ന, ഹൈക്കോടതി വിധിയെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഒരു മുതിർന്ന ADGP ഇങ്ങനെ ഒരു പ്രവർത്തനം ട്രാക്ടറിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് ബോധപൂർവമല്ലെന്ന് പറയാതിരിക്കാൻ വയ്യ എന്നതാണ്. പോലീസ് കേസെടുത്തുവെന്ന്, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പോലീസ് കേസെടുത്തുവെന്ന് അവിടെ അറിയിച്ചിരിക്കുന്നു എന്നതാണ്.
ഈ സ്വാമി അയ്യപ്പൻ റോഡ് വഴി ട്രാക്ടറിൽ ADGP നടത്തിയ യാത്രയിൽ കേസെടുത്തു എന്ന കാര്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പത്തനംതിട്ട SP-യുടെ റിപ്പോർട്ട് കൂടി നേരത്തെ പോലീസ് മേധാവിക്ക് എത്തിയതാണ്. ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിലക്ക് ലംഘിച്ച് ട്രാക്ടർ ഉപയോഗിച്ചതിന് ആണ് കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായി ട്രാക്ടർ ഓടിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആയിരിക്കാം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കാരണം ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് പോലീസിൻ്റെ കീഴിലുള്ള പോലീസിൻ്റെ ഉടമസ്ഥതയുള്ള ട്രാക്ടറാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ ട്രാക്ടർ ഓടിച്ചത്. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആയിരിക്കാം ഒരുപക്ഷെ കേസെടുത്ത്. ഇത് സംബന്ധിച്ച് അപ്പോൾ സർക്കാർ കോടതിയിൽ വിശദീകരണം നൽകിയിരിക്കുന്നു. പമ്പ പോലീസ് കേസെടുത്തു എന്നാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ നിയമം ലംഘിച്ചുകൊണ്ട് ട്രാക്ടറിൽ ADGP നടത്തിയ ശബരിമല ദർശനത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ചിരിക്കുന്നു എന്നതാണ്. സ്വാമി അയ്യപ്പൻ റോഡ് വഴി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ അതിലെ യാത്ര ചെയ്യണമെന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ നിബന്ധനയുണ്ട്. ആ നിബന്ധന നിലനിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ശബരിമലയിലെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. കാരണം ഒട്ടേറെ നിയന്ത്രണങ്ങളുണ്ട് ശബരിമലയിൽ. അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കെയാണ് ഏറ്റവും മുതിർന്ന ADGP തന്നെ ആ നിയമങ്ങൾ ലംഘിച്ചത് എന്ന കണ്ടെത്തലിലേക്ക് അത് ശബരിമല കമ്മീഷണർ എത്തുന്നു.